ബികോം 5th സെമസ്റ്ററിൻ്റെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അതിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഏതൊരു മാനേജ്മെൻറ്റിനും ധാരാളം തീരുമാനങ്ങൾ എടുക്കാനുണ്ടാകും. ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിന് നിർഭാഗ്യവശാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും പരാജയപ്പെട്ടു. നമുക്കറിയാം, ഒരു ബിസിനസ് ഏത് സ്ഥാപനവും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, അതിൻ്റെ പോരായ്മ പരിഹരിക്കാനാണ് കോസ്റ്റ് അക്കൗണ്ടിങ് വന്നത്. എന്നാൽ മാനേജ്മെൻറ്റിന് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനും കോസ്റ്റ് അക്കൗണ്ടിങ്ങിനും ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു പുതിയ ന്യൂ ബ്രാഞ്ച് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡെവലപ്ഡ്. അങ്ങനെയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നിലവിൽ വരുന്നത്. ഇതിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വിച്ച് ഈസ് യൂസ്ഫുൾ ടു മാനേജ്മെൻറ്റ്. ഉപകാരപ്രദമായ വിവരങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊന്നിനെയും നമ്മൾ എന്ത് ചെയ്യും? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നു. എന്നാൽ മാനേജ്മെൻറ്റിന് സഹായകമായ എല്ലാ കാര്യങ്ങളെയും മാനേജ്മെൻറ്റ് അക്കൗണ്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിന് പ്രധാനമായിട്ട് 8ഓളം സ്കോപ്പുകൾ ഉണ്ട്. ഒന്നാമതായി പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ളതാണ്. ഒന്നാമത്തെ സ്കോപ്പ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഹെൽപ്സ് മാനേജ്മെൻറ്റ് ഫോർ ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അക്കൗണ്ട് ബുക്കുകളിൽ വിവരങ്ങളെ റെക്കോർഡ് ചെയ്യപ്പെടുകയും അതിൽ നിന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നു. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പോലെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഒന്നാമത്തെ സ്കോപ്പാണ്. രണ്ടാമതായി പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങും സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് നട്ടെല്ലായിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് സെറ്റപ്പ് ഫോർ റെക്കോർഡിംഗ് ആൻഡ് അസർട്ടൈനിങ് കോസ്റ്റ്. കോസ്റ്റുകൾ രേഖപ്പെടുത്തുക, അതോടൊപ്പം തന്നെ നിർണ്ണയിക്കുക, അത് കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നു. അതുകൊണ്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിനുള്ള രണ്ടാമത്തെ സ്കോപ്പാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. 3 ഫോർകാസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്കോപ്പ് ഫോർകാസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രഡിക്ഷൻ ഓഫ് ലൈക്ലി ഇവൻറ്റ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിലെ ഒരുപോലെയുള്ള സംഭവങ്ങളെ പ്രഡിക്റ്റ് ചെയ്യുക, പ്രവചിക്കുക ആണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഭാവിയിൽ ഇങ്ങനെ ആകും എന്നൊക്കെ പ്രവചിക്കുന്നതിനാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയാം. അതുപോലെ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസിങ് ദ പ്ലാൻസ്, പോളിസീസ്, ഗോൾസ് ഓഫ് ബിസിനസ് ഫോർ ഫ്യൂച്ചർ പീരീഡ്. വരുന്ന 2 വർഷത്തിൽ വരുന്ന കാലത്തേക്കുള്ള പ്ലാനുകൾ, അതുപോലെ നയങ്ങൾ, ലക്ഷ്യങ്ങൾ, അത് പ്രകടിപ്പിക്കലാണ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മൂന്നാമത്തെ സ്കോപ്പാണ് ഫോർകാസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. നാലാമതായിട്ട് കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സുകൾ, വിവിധ ടെക്നിക്സുകൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, അതുപോലെ ഇൻവെൻട്രി കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ തുടങ്ങിയ വിവിധ ടെക്നിക്കുകൾ ഈ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അത് മറ്റൊരു സ്കോപ്പാണ്. അഞ്ചാമതായിട്ട് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ.
ഈ ഫിനാൻഷ്യൽ ഡാറ്റയെ ഒന്ന് വിശകലനം ചെയ്യുക, അപഗ്രഥനം ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളത് മറ്റൊരു സ്കോപ്പാണ്. അത് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നത്, ഇറ്റ് ഹെൽപ്ഫുൾ ടു ഗെറ്റ് ഐഡിയ അബൌട്ട് ദ ഫേംസ് പെർഫോമൻസ്. സ്ഥാപനത്തിൻ്റെ ആ പെർഫോമൻസിനെ കുറിച്ച് വിവരങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഈ ഇൻ്റർപ്രിട്ടേഷൻ മാനേജ്മെൻറ്റിന് സഹായകമാണ്. അതുകൊണ്ട് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ എന്നുള്ളത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ മറ്റൊരു സ്കോപ്പാണ്. വേറൊന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ദി മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് യൂസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്, ഡാറ്റ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സുകൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റുമാർ ബിസിനസ് രംഗത്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അത് മറ്റൊരു സ്കോപ്പാണ്. ദെൻ ടാക്സ് അക്കൗണ്ടിങ് എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്ന് ടാക്സ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടാക്സ് അക്കൗണ്ടിങ്. അത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടായിക്കൊണ്ട് ഇന്ന് വന്നിരിക്കുന്നു. മറ്റൊന്ന് റിപ്പോർട്ടിംഗ് ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റുമാരെന്ത് ചെയ്യും? ഈ മാനേജ്മെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന വിധത്തിലുള്ള റിപ്പോർട്ടിംഗ് തയ്യാറാക്കി കൊടുക്കുന്നു. വേറൊന്ന് ഓഫീസ് സർവീസ് എന്നുള്ളതാണ്. ഏറ്റവും ലാസ്റ്റ് സ്കോപ്പാണ് 9ാമത്തത്, ഓഫീസ് സർവീസ്. ദി ഓഫീസ് അഫയേഴ്സ് ആർ കൺട്രോൾഡ് ബൈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടന്റുമാർ എന്ത് ചെയ്യും? ഈ ഓഫീസ് കാര്യങ്ങളെ, അഫയേഴ്സുകളെ കൺട്രോൾ ചെയ്യപ്പെടുന്നു. ഇങ്ങനെ പ്രധാനപ്പെട്ട 9 സ്കോപ്പുകളാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിന് ഉള്ളത്. ഇനി പറയാൻ ഒബ്ജക്റ്റീവ്സ് ആണ്. എന്തിനു വേണ്ടി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് തയ്യാറാക്കപ്പെടുന്നു? ഒരു ബിസിനസ് സ്ഥാപനം, എൻ്റർപ്രൈസ് എന്തിനാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് തയ്യാറാക്കുന്നത്? ഒന്ന്, ടു കളക്ട്, മോഡിഫൈ ആൻഡ് സപ്ലൈ ഡാറ്റ ഫോർ അനാലിസിസ്. വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് വിവരങ്ങളെ സപ്ലൈ ചെയ്യുക, വിതരണം ചെയ്യുക, അതോടൊപ്പം തന്നെ മോഡിഫൈ ചെയ്യുക, കളക്ട് ചെയ്യുക. വിവരങ്ങൾ ശേഖരിക്കുക, അതൊന്ന് മോഡിഫൈ ചെയ്യുക, അത് സപ്ലൈ ചെയ്യുക. ഇത് 1ാമത്തെ ഒബ്ജക്റ്റീവ്സ് ആണെന്ന് പറയാം. 2, ടു അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഡാറ്റ. വിവരങ്ങളെ അനലൈസ് ചെയ്യാനും അപഗ്രഥിക്കുവാനും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. 3ാമതായിട്ട് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ പ്ലാനിങ്, കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ പ്ലാൻ ചെയ്യുക, തീരുമാനങ്ങൾ എടുക്കുക, അതുപോലെ കൺട്രോൾ ചെയ്യുക. ഇതിനു വേണ്ടി മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നുണ്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. വേറൊന്ന് ടു ഇവാലുവേറ്റ് പെർഫോമൻസ്. പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ, ഒന്ന് അളക്കാൻ, എത്രത്തോളം ഉണ്ട് ബിസിനസ്സിൻ്റെ ഈ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അതുപോലെ ടു മോട്ടിവേറ്റ്, മറ്റൊന്നാണ് ടു മോട്ടിവേറ്റ് എംപ്ലോയീസ്. തൊഴിലാളികൾക്ക് ഒരു പ്രചോദനം കൊടുക്കാൻ, മോട്ടിവേറ്റ് ചെയ്യാൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു. ടു കമ്മ്യൂണിക്കേറ്റ് അപ് ടു ഡേറ്റ് ഡാറ്റ. ദൈനംദിന ഏറ്റവും കൃത്യമായിട്ടുള്ള അപ് ടു ഡേറ്റ് ഡാറ്റകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇത്രയും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിന് ഉള്ളതെന്ന് പറയാം. ഇനി ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിൽ ധാരാളം ഡിഫറൻസുകളുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇത് ഏറ്റവും ഈ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. 2 കോളം നൽകിയിട്ടുണ്ട്. ഒന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മറ്റൊന്ന് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഒന്ന് ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ്
ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പ്രസൻറ്റ് ദം ടു ഓണേഴ്സ്. ബിസിനസ്സിൻ്റെ ലാഭവും നഷ്ടവും തീരുമാനിക്കുക, നിർണ്ണയിക്കുക. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ നിർണ്ണയിക്കുക, അത് മുതലാളിമാർക്ക് പ്രസൻറ്റ് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ ലക്ഷ്യം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ ലാഭവും നഷ്ടവും ഫിനാൻഷ്യൽ പൊസിഷനും അറിയുന്നുണ്ട്, അത് മാനേജ്മെൻറ്റിന് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നു. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണെങ്കിൽ ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റിന് ആവശ്യമായ വിവരങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. 2, ടു റെക്കോർഡ് പാസ്റ്റ് ഡാറ്റ ഓർ ഹിസ്റ്റോറിക്കൽ ഡാറ്റ. കഴിഞ്ഞു പോയ പാസ്റ്റ് ഡാറ്റ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിലോ കൺസേൺഡ് വിത്ത് ഫ്യൂച്ചർ പ്ലാൻസ്, ഭാവിയിലേക്കുള്ള ഫ്യൂച്ചർ പ്ലാൻസ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. 3, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് കമ്പൽസറി. എല്ലാ ബിസിനസ് എൻ്റർപ്രൈസും എന്ത് ചെയ്യണം? ഒരു വർഷത്തിൻ്റെ അവസാനം എത്തുമ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ട് തയ്യാറാക്കണം. അത് കമ്പൽസറി ആണെന്ന് പറയാം. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ അങ്ങനെ കമ്പൽസറി ഇല്ല, ഓപ്ഷണലാണ്. വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ഒഴിവാക്കാം. അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട് അവിടെ. ഏറ്റവും നല്ലത് അവർ തിരഞ്ഞെടുക്കുന്നു മാത്രം. നെക്സ്റ്റ് പോയിന്റ്, മോർ എംഫസിസ് ഓൺ ആക്യുറസി. കൃത്യതയെ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് തയ്യാറാക്കുന്നത്. എംഫസിസ് ഓൺ ആക്യുറസി, കൃത്യമായിട്ടുള്ള, ഇത്ര നമ്മൾ കഴിഞ്ഞു പോയത് കൊണ്ട് ഫാസ്റ്റ് ഡാറ്റ ആയതുകൊണ്ട് കൃത്യമായി ആക്യുറേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടും. അതിനടിസ്ഥാനം ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്കിൽ ഇവിടെ നോട്ട് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിളെ എംഫസിസ് ഓൺ ക്വിക്ക് റിപ്പോർട്ടിംഗ്, പെട്ടെന്നുള്ള റിപ്പോർട്ടിങ്ങിനെ അടിസ്ഥാനമാക്കിയിട്ട്, ക്വിക്ക് റിപ്പോർട്ടിംഗ്, പെട്ടെന്നുണ്ടാകുന്ന ഒരു റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ബേസ്ഡ് ഓൺ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ജനറലി ഏതൊരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഉണ്ട്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ടാണ് ഗ്യാപ്പ് എന്ന പേരിൽ അറിയപ്പെടുക. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്കിൽ നോട്ട് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ്, തത്വങ്ങളെ അടിസ്ഥാനമാക്കി അല്ല മാനേജ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അത് ഓരോ മാനേജ്മെൻറ്റിൻ്റെയും അവരുടേതായ തീരുമാനങ്ങൾക്കനുസരിച്ച് മാനേജ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കപ്പെടുന്നു. പ്രത്യേക ഫോർമാറ്റുകളൊന്നുമില്ല. നെക്സ്റ്റ് പോയിന്റ്, ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ്. ഒരു പ്രത്യേക സമയത്തേക്ക്, 3 മാസത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്ക്, അതല്ലെങ്കിൽ ഇയർലി ബേസ്ഡ് ഒരു വർഷത്തേക്ക്, അങ്ങനെ പീരീഡിനെ കാലത്തേക്കാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്കിൽ നോ സച്ച് പീരീഡ്. അവിടെ എന്തില്ല, 3 മാസം അല്ലെങ്കിൽ 6 മാസം, ഒരു വർഷം, അങ്ങനെ പീരീഡ് ഒന്നും മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ ഇല്ല. ദെൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഡാറ്റകളെ ശേഖരിച്ചുകൊണ്ട് അത് അക്കൗണ്ടിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ലാഭവും നഷ്ടവും അറിയാം, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാം എന്ന ഒരു ലക്ഷ്യമേ ഉള്ളത് കൊണ്ട് ലിമിറ്റഡ് സ്കോപ്പാണ് ഉള്ളത്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ പ്ലാനിംഗ് ഉണ്ട്, ഫോർകാസ്റ്റിംഗ് ഉണ്ട്, അങ്ങനെ വിവിധ തരത്തിലുള്ള ബജറ്ററി കൺട്രോൾ ഉണ്ട്, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ വിവിധ പരിപാടികളുള്ളത് കൊണ്ട് വൈഡ് സ്കോപ്പാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനുള്ളത്. ഇവിടെ ലിമിറ്റഡ് സ്കോപ്പാണെന്ന് പറയാം. നെക്സ്റ്റ് വൺ, ഇതിൻ്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പാർട്ടീസാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പുറമേയുള്ള എക്സ്റ്റേണൽ പാർട്ടീസാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത് എങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ ഇൻറ്റേർണൽ പാർട്ടീസ്, ബിസിനസ്സിന് അകത്തുള്ള മാനേജ്മെൻറ്റാണ് പ്രധാനമായിട്ടും മാനേജ്മെൻറ്റ് അക്കൗണ്ട് നോക്കുന്നത്, അവർക്കാണ് ഉപകാരപ്രദമാകുന്നത്. നെക്സ്റ്റ് വൺ, ഓഡിറ്റ് ഈസ് മോർ ഓർ ലെസ് കമ്പൽസറി. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഓഡിറ്റ് കമ്പൽസറിയാണ്, അത് മോർ ഓർ ലെസ്, കൂടുതലാവാം അല്ലെങ്കിൽ കുറച്ചായിട്ട് അത് കമ്പൽസറി ആണെന്ന് പറയാം. എന്നാൽ
മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി, അത് നിർബന്ധമില്ല. The last point, stock is valued on cost or market price whichever is less. കോസ്റ്റ് പ്രൈസ് ആണോ അതല്ല മാർക്കറ്റ് പ്രൈസ് ആണോ ഏതാണ് കുറവ് അത് നോക്കിയിട്ടാണ് സ്റ്റോക്ക് വാല്യൂ ചെയ്യപ്പെടുക. എന്നാൽ ഇൻ ദ കേസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ദർ ഈസ് നോ സച്ച് പ്രിൻസിപ്പിൾ ഈസ് ഫോളോവഡ്. അത്തരം ഒരു തത്വം മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ പിന്തുടരുന്നില്ല, ഫോളോ ചെയ്യപ്പെടുന്നില്ല. ഇവിടെ കോസ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഏതാണ് കുറവ് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് കോസ്റ്റ് സ്റ്റോക്ക് വാല്യൂ ചെയ്യപ്പെടുന്നു എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്തെല്ലാമാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങും അതുപോലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിൽ എന്തെല്ലാം ഡിഫറൻസ് ഉണ്ട് എന്നാണ് പറയാൻ പോകുന്നത്. ഒന്ന്, കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ടു അസർട്ടൈൻ ആൻഡ് കൺട്രോൾ കോസ്റ്റ്. കോസ്റ്റ് നിർണ്ണയിക്കുക, അത് കൺട്രോൾ ചെയ്യുക. അസർട്ടൈൻ ആൻഡ് കൺട്രോൾ ഓഫ് കോസ്റ്റ്, നിർണ്ണയിക്കലും അതോടൊപ്പം തന്നെ കോസ്റ്റ് നിർണ്ണയിക്കുക അതോടൊപ്പം തന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് ആവശ്യമായ വിവരങ്ങൾ നൽകുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. രണ്ട്, ലിമിറ്റഡ് സ്കോപ്പാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ഉള്ളത് എങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിന് വൈഡ് സ്കോപ്പുകൾ ഉണ്ട്. ഇവിടെ വെറും ജസ്റ്റ് ഓൺലി അസർട്ടൈൻ ആൻഡ് കൺട്രോൾ കോസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വൈഡ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള അക്കൗണ്ടുകൾ അവിടെ നിർണ്ണയിക്കപ്പെടുന്നുണ്ട്. പ്ലാനിംഗ് ഉണ്ട്, ഫോർകാസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ ബജറ്ററി കൺട്രോൾ ഉണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാമായി ബന്ധപ്പെട്ട വൈഡ് സ്കോപ്പാണെന്ന് പറയാം. ദെൻ യൂസ് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ക്വാളിറ്റേറ്റീവ് ഉപയോഗിക്കുന്നില്ല, വെറും ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. ഇത്ര അളവ് അല്ലെങ്കിൽ ഇത്ര കിലോ അല്ലെങ്കിൽ ഇത്ര രൂപ എന്ന അളവാണ് ഉപയോഗപ്പെടുത്തുന്നത്, ക്വാണ്ടിറ്റിയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ക്വാളിറ്റേറ്റീവിനെ കുറിച്ച് സംസാരിക്കുന്നില്ല ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ യൂസ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. രണ്ട് വിവരങ്ങളും, ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും രണ്ട് വിവരങ്ങളും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ ഡീൽസ് വിത്ത് കോസ്റ്റ്. കോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഉള്ളത്. എന്നാൽ ഡീൽസ് വിത്ത് കോസ്റ്റ് ആൻഡ് റവന്യൂ. കോസ്റ്റും റവന്യൂം, ഇവിടെ ചെലവ് മാത്രമാണെങ്കിൽ ഇവിടെ ചെലവും വരുമാനങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നു. കോസ്റ്റ് ആൻഡ് റവന്യൂ ഡീൽസ് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ആൻഡ് കറൻറ്റ് ഡാറ്റ. ഇൻ ദ കോസ്റ്റ് അക്കൗണ്ടിങ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ആൻഡ് കറൻറ്റ് ഡാറ്റ. കഴിഞ്ഞു പോയതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കറൻറ്റ് ഡാറ്റയുമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നത് എങ്കിൽ കൺസേൺഡ് വിത്ത് ഡാറ്റ റിലേറ്റിംഗ് ടു ഫ്യൂച്ചർ, ഭാവിയിലേക്കുള്ള ഡാറ്റയുമായി ബന്ധപ്പെട്ട ഡാറ്റയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ദ ലാസ്റ്റ് വൺ പ്രൊസീഡ്സ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മുമ്പിലാണ് കോസ്റ്റ് അക്കൗണ്ടിങ് തയ്യാറാക്കപ്പെടുന്നത്. എന്നാൽ സ്റ്റാർട്ട്സ് വിത്ത് വെയർ കോസ്റ്റ് അക്കൗണ്ടിങ് എൻഡ്സ്. കോസ്റ്റ് അക്കൗണ്ടിങ് എവിടെയാണോ അവസാനിക്കുക അവിടെ നിന്നാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ആരംഭം. ഇങ്ങനെ പ്രധാനപ്പെട്ട 6 ഡിഫറൻസ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിൽ ഉള്ളത് എന്ന് പറയാം.